ഓസ്ലോ അക്കാഡിന് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന് പ്രതിഫലമായിട്ട് കിട്ടിയത് ഇന്തിഫാദകളാണ്. സോ അതിന് പോയ അവരുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നു. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. സോ ഇത് കാണുന്നവരോടൊരു ചോദ്യം, ഇത് നിങ്ങൾക്കെന്ത് തോന്നി? ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊന്നത് പലസ്തീനികളാണെന്ന് തോന്നിയില്ല? അതായത് അവരോട് മാന്യമായിട്ട് പെരുമാറിയ ഒരാളാണ് ഇസാക്ക് റബീൻ. ഓസ്ലോ അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിരാഷ്ട്ര സിദ്ധാന്തമൊന്നുമല്ല, എന്നാലും പലസ്തീനികളോട് കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറാം എന്ന് സമ്മതിച്ചതും അതിനുള്ള ഓസ്ലോ അക്കോർഡ് ഉണ്ടാക്കിയതുമൊക്കെ ഇസാക്ക് റബീനാണ്. അപ്പോൾ അദ്ദേഹത്തെ മുസ്ലിങ്ങൾ തന്നെ കൊന്നു. പിന്നെ അവരോട് എങ്ങനെയാണ് സമാധാന ചർച്ച നടത്തുക എന്നൊക്കെയാണ് രവിചന്ദ്രൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് ഈ ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതിന് മുന്നേ പറയുന്നുണ്ട്, അതും കൂടി കേൾക്കണം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്, അത്രയും നല്ലൊരു മനുഷ്യനെ പലസ്തീനികൾ തന്നെ കൊന്നു, എന്ത് വൃത്തികെട്ടന്മാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. നമുക്ക് വിക്കി വായിക്കാം. നിങ്ങൾക്ക് എന്നെ ഞാനൊരു മുസ്ലിം തീവ്രവാദിയായിട്ട് ഒരു സംഖ്യക്ക് തോന്നുള്ളൂ. ഓക്കെ, അതിനെ ഞാൻ തിരുത്താനൊന്നും പോകുന്നില്ല. കാരണം സംഖ്യ തിരുത്തിയിട്ടൊന്നും കാര്യമില്ല എന്നറിയാം. ഇവിടെ മനുഷ്യത്വം പറയുന്ന രവിചന്ദ്രൻ തന്നെ ഇത്ര കട്ട സംഖ്യം പറയുന്നുണ്ടെങ്കിൽ സാധാ സംഖ്യയുടെ നിലവാരം എന്തായിരിക്കും? അപ്പോൾ അവരങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. അപ്പോൾ എന്നാലും നിങ്ങൾ ജൂതൻ്റെ ഫേസ്ബുക്കാണ്, ജൂതൻ്റെ ഇൻ്റർനെറ്റാണ്, അമേരിക്കയുടെ ഇൻ്റർനെറ്റാണ്, വിക്കിയും ചിലപ്പോൾ ജൂതൻ്റെ ആയിരിക്കാം. ഇപ്പോൾ വിക്കിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇസാക്ക് റബീൻ്റെ കൊലപാതകം. ഇസ്രായേലിൻ്റെ 5ാമത്തെ പ്രധാനമന്ത്രി ഇസാക്ക് റബീൻ്റെ കൊലപാതകം 1995 നവംബർ 4 റാലിയുടെ അവസാനം നടന്ന പശ്ചാത്തലം. ഓസ്ലോ സമാധാന പ്രക്രിയ പിന്തുണച്ച് അക്രമവിരുദ്ധ റാലി നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാക്ക് റബീൻ്റെ കൊലപാതകം. റാലിക്ക് മുമ്പ് വലതുപക്ഷ യാഥാസ്ഥികരും ലിക്വിഡ് നേതാക്കളും വ്യക്തിപരമായി അവഹേളിച്ചു. അവർ സമാധാന പ്രക്രിയയെ അധിനിവേശ പ്രദേശങ്ങൾ കൈക്കലാക്കാനുള്ള ശ്രമമായും ഇസ്രായേൽ ശത്രുക്കൾക്ക് കീഴടങ്ങാനുള്ള ശ്രമമായും മനസ്സിലാക്കി. ദേശീയ മതയാഥാസ്ഥികരും ലിക്വിഡ് പാർട്ടി നേതാക്കളും ഏതെങ്കിലും ജൂതഭൂമിയിൽ നിന്ന് പിന്മാറുന്നത് മതവിരുദ്ധമാണെന്ന് വിശ്വസിച്ചു. മതവിരുദ്ധം എന്ന് പറഞ്ഞാൽ മതം വിടുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ മതപരിത്യാഗം, മുർത്തദ് എന്നൊക്കെ അറബിയിൽ പറയുന്ന, ഇസ്ലാമിൽ പറയുന്നത് പോലെയുള്ള വലിയ മതനിന്ദയാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചത്. ഈ മതനിന്ദയൊന്നും അല്ലെങ്കിൽ ഈ മത പ്രശ്നങ്ങളൊന്നും രവിചന്ദ്രന് ബാധകമല്ല. രവിചന്ദ്രന് മുസ്ലിങ്ങളുടെ മതഭീകരവാദം മാത്രമാണ് രവിചന്ദ്രന് ബാധകം. അതുകൊണ്ടാണ് രവിചന്ദ്രനെ പച്ച സംഖ്യ എന്ന് വിളിക്കുന്നത്. പച്ച മാത്രമല്ല, കാട്ട് സംഖ്യയാണ്. ലിക്വിഡ് നേതാവും ഭാവി പ്രധാനമന്ത്രിയുമായ ബെഞ്ചമിൻ നെതന്യാഹു റാബിൻ്റെ ഗവൺമെൻറ്റിനെ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിച്ചവരായി അവതരിപ്പിച്ചു. കൂടാതെ ജൂതമൂല്യങ്ങളിൽ നിന്നും, അതായത് റബീനൊക്കെ ജൂതമതത്തിൽ നിന്നും അവർ പുറത്താക്കി. തട്ടമിടാത്ത പെണ്ണിനൊക്കെ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്താക്കുന്ന പോലെ ഫത്വ ഇറക്കി. ആര്? ഇപ്പോഴത്തെ ബെഞ്ചമിൻ നെതന്യാഹു. ഓസ്ലോ ഉടമ്പടി യഹൂദരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് വാദിച്ചുകൊണ്ട് ചില റബ്ബികൾ സ്വയരക്ഷയുടെ പരമ്പരാഗത ജൂത നിയമത്തെ അടിസ്ഥാനമാക്കി വ്യക്തിപരമായി റബിനെ അവർ മതത്തിൽ നിന്ന് പുറത്താക്കി. മറ്റേ മതത്തെ ഒറ്റിക്കൊടുക്കുന്നവരെ ആക്കിയിട്ട് അവർ ചിത്രീകരിച്ചു. ലിക്വിഡ് മറ്റു വലതുപക്ഷ ഗ്രൂപ്പുകളും സംഘടിപ്പിച്ച റാലികൾ നാസി യൂണിഫോമിലെ തോക്കിൻ്റെ ക്രോസ്ഷെയറുകളെ റാബിൻ ചിത്രീകരിച്ചു. അതായത് റാബിനെ ഹിറ്റ്ലറായിട്ടൊക്കെ ചിത്രീകരിച്ചവർ. പ്രതിഷേധക്കാർ ലേബർ പാർട്ടിയുടെ നാസികളോടും റോബിൻ അഡൽഫ് ഹിറ്റ്ലറോടും ഉപമിച്ചു. റാബിൻ കൊലപാതകിയാണ്, റാബിൻ ഒരു രാജ്യദ്രോഹിയാണെന്ന് ആക്രോശിച്ചു. 1995 ജൂലൈയിൽ നെതന്യാഹു റാബിന് വിരുദ്ധ റാലിയിൽ ശവപ്പെട്ടിയും തൂക്കിക്കൊല്ലലും ഉൾക്കൊള്ളുന്ന ഒരു പരിഹാസ ശവസംസ്കാര ഘോഷയാത്ര നയിച്ചു. അതായത് റബീനെ കൊല്ലുന്നതായിട്ട് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചു. റബീൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ആളുകൾ ആക്രോശിച്ചു. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് റബീനോട് സുരക്ഷ ഗിയറുകൾ ഉപയോഗിക്കാൻ, അതായത് ഒന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കാനും കവചിത വാഹനത്തിൽ സഞ്ചരിക്കാനൊക്കെ പറഞ്ഞെങ്കിലും റബീൻ കൈക്കൊണ്ടില്ല. ഓസ്ലോ സമാധാന പ്രക്രിയയുടെ വലതുപക്ഷ എതിരാളികളുടെ തീവ്രമായ തെരുവുപ്രദേശത്തിന് മറുപടിയായി സ്ക്വയറിൽ സമാധാന പ്രക്രിയ പിന്തുണച്ച് ഇടതുപക്ഷ പാർട്ടികളുടെയും സമാധാന ഗ്രൂപ്പുകളുടെയും ഒരു വലിയ കൂട്ടുകെട്ട് റാലിയെ സംഘടിപ്പിച്ചു. അവിടെയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വലിയൊരു റാലി സംഘടിപ്പിച്ചു. അപ്പോൾ ആ റാലിയിൽ വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസ് ഉൾപ്പെടെയുള്ള ആളുകൾ റാലിയിൽ പങ്കെടുത്തു. 100,000-ഓളം വരുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് മിക്ക ആളുകളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് റബീൻ പറയുകയും ചെയ്തു. റാലിക്ക് ശേഷം റബീൻ സിറ്റി ഹാളിലൂടെ തൻ്റെ കാറിലേക്ക് നടന്നു. കാറിനുള്ളിൽ പ്രവേശിച്ചുടൻ അമീർ പിന്നിൽ നിന്നും കാറിൻ്റെ അടുത്തേക്ക് വരികയും
സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ച് റബിന് നേരെ 2 തവണ വെടിയുതിർക്കുകയും ചെയ്തു. റബിൻ്റെ അടിവയറ്റിലും നെഞ്ചിലുമാണ് പരിക്കേറ്റത്. ഉടനെ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന റബിൻ്റെ അംഗരക്ഷകരും പോലീസും ചേർന്ന് അമീറിനെ കീഴ്പ്പെടുത്തി. അവിടുത്തെ ഒരു കാട്ടുസംഖ്യയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അതൊക്കെ കാരണമാണ് ഒരു വലതുപക്ഷ തീവ്രവാദി കയറിയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം അവിടുത്തെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ നിലവിലെ പ്രധാനമന്ത്രിയായിരുന്നു, അപ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് രവിചന്ദ്രൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടസംഖി. ഇപ്പോൾ രവിചന്ദ്രനൊക്കെ സംഖ്യയാണെന്നുള്ള കാര്യത്തിൽ വേറെ തെളിവുകളൊന്നും നിങ്ങൾക്ക് എനിക്ക് തരാനില്ല. അപ്പോൾ അവിടെ സമാധാനമൊന്നും രവിചന്ദ്രൻ ആഗ്രഹിക്കുന്നില്ല. രവിചന്ദ്രൻ മൊത്തം മുസ്ലിങ്ങളെയും കൊന്ന്, ബൈബിൾ ഗ്രന്ഥം പോലെ മൊത്തം മുസ്ലിങ്ങളെയും കൊന്ന് ജൂത അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ള സയണിസ്റ്റ്, അത് ക്രിസ്ത്യൻ സയണിസ്റ്റുകളുണ്ട്, ജൂത സയണിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സയണിസം നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ വെറുതെ അല്ല ഈ ക്രിസംഖി കൂട്ടുകെട്ട് ഇത്രയും ബലമായിട്ട് നിൽക്കുന്നത്. ആ 2 സംഖ്യകൾക്കും പാലസ്തീനിലെ മനുഷ്യന്, അവിടുത്തെ കുട്ടികളുടെ ചോര കണ്ടിട്ട് അവർക്ക് ആഹ്ലാദം പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 40,000 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ എന്താണ് സന്തോഷം വർദ്ധിക്കണം. 16,000 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ ഇവരോട് പറയുന്നത് എന്തിനാണ്? ഇവർക്ക് വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവർക്ക് വിഷമം ഉണ്ടാവില്ല, സന്തോഷമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇസാഖ് റബീനെ കൊന്നതുപോലും മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രവിചന്ദ്രൻ്റെ ഭാഗത്തുണ്ടായി. പക്ഷെ അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. അതിങ്ങനെ പറയുമ്പോൾ അർദ്ധസത്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി വിടുകയാണ്. ഇപ്പോൾ കേൾക്കുന്നവരെന്താ വിചാരിക്കുക? അപ്പോൾ സമാധാനത്തിന് വന്ന ഇസാഖ് റബീനെ പോലും കൊന്ന ആളുകളാണ് പലസ്തീനികൾ, അത്രയും ക്രൂരന്മാരാണെന്നാണ്. ഞാൻ ഹമാസിനെ ന്യായീകരിക്കുന്നില്ല. നിരപരാധികൾ ആര് കൊന്നിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. പക്ഷെ ലോകരാഷ്ട്രങ്ങൾ, രവിചന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഇസ്രായേലിന് ഇപ്പോൾ എതിരാണ്. മിക്കവരും എല്ലാ ലോകരാഷ്ട്രങ്ങളും പാലസ്തീനികൾക്ക് ഒരു രാജ്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പരമാധികാര രാജ്യം കൊടുക്കണമെന്ന് എല്ലാ ബുദ്ധിയുള്ള ആരും പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് വെക്കാനുള്ള, അല്ലെങ്കിൽ ന്യായം പറയുകയാണെങ്കിൽ അതേ പറ്റുള്ളൂ. പക്ഷെ രവിചന്ദ്രൻ എന്ത് ന്യായം, എന്ത് നീതി? പച്ചസംഖ്യക്ക് എന്ത്? അവർക്ക് മുസ്ലിമിൻ്റെ ചോര കണ്ടാൽ മതി. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ശരി.